യെസ്, അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ട് ഇപ്പോഴും EVM-ൽ തന്നെ ഇരിക്കുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനിടെ UDF-ലകത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രചാരണം അതീവ ശക്തമായി തന്നെ തുടരുകയാണ്. നേതാക്കൾ മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ പറ്റി പോസ്റ്റ് ഇട്ട് വരുന്നു. അതിന് പിന്നാലെ അതിന് പിന്തുണയുമായി മറ്റു ചില നേതാക്കൾ കൂടി വരുന്നു. ഇത്തരം ചർച്ചകൾ നടത്തി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കരുത് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര നിർദ്ദേശം നൽകിയെങ്കിലും ആരോട് പറയാൻ ആര് കേൾക്കാൻ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. ഈ പോസ്റ്റാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് കത്തിക്കയറുന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കത്തിക്കയറുന്നതിനിടെയാണ് കേരളം KC നയിക്കട്ടെ എന്ന ആഹ്വാനവുമായി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി പിന്തുണച്ച് K സുധാകരൻ ഇന്നലെ പോസ്റ്റ് ഇട്ടത്. സുധാകരന്റെ പോസ്റ്റിൽ MP-മാരിൽ പലർക്കും അതൃപ്തിയുണ്ട്. റോജി M. ജോൺ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ, പഴകുളം മധു ഉൾപ്പെടെയുള്ളവർ KCക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്യുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കോൺഗ്രസിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ ഇപ്പോഴെങ്ങനെ കാണണം? നേരത്തെ ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി K സുധാകരൻ രംഗത്തെത്തിയിരുന്നെങ്കിൽ സുധാകരനും ഇപ്പോൾ അത് തന്നെ മാറ്റിയപ്പോൾ KCക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഇപ്പോൾ ഇത്തരം ചർച്ചകളൊന്നും ആവശ്യമില്ല എന്ന കേന്ദ്ര നിലപാടിന് വിരുദ്ധമായി K സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നതിന്റെ പിന്നിൽ എന്താണ്? എന്തൊക്കെ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നത്? ജിൽസി, താക്കോൽ സ്ഥാനങ്ങളെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തമ്മിലടിയും ബഹളവും ഒക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തുടങ്ങിയിട്ടുള്ള തർക്കങ്ങൾ, ചർച്ചകൾ ഒക്കെ കോൺഗ്രസ് പാർട്ടിയെ അനിതര സാധാരണമായ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നുവെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തുടങ്ങിയതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുന്നു, സ്വാഭാവികമായും ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലി അപ്പോൾ തുടങ്ങി ചർച്ചകൾ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ആ ചർച്ചകൾക്കും ഇങ്ങനെ ബലമേറി വരികയും ചെയ്തു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ ചർച്ച ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയ തോതിൽ ഇങ്ങനെ നീറിപ്പൊഴിഞ്ഞ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഹൈക്കമാൻഡ് ഇടപെടുകയും ഇത്തരം പരസ്യ പ്രസ്താവനകളൊന്നും വേണ്ട, അതൊക്കെ അവസാനിപ്പിക്കണം, അതൊക്കെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം തീരുമാനിക്കാം, പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും, ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ നിലപാടെടുക്കും. അതിനു മുമ്പുള്ള ഈ പരസ്യമായ വീഴ്പ്പലക്കൽ ചർച്ചകൾ ഒന്നും അത്ര നല്ലതല്ല എന്ന നിലപാടെടുക്കുകയും കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തു, പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ട്. അങ്ങനെ ഏതാണ്ട് ഒന്ന് തണുത്തു നിൽക്കുന്ന സമയത്താണ് K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ വരുന്നത് എന്നത് ഈ ചർച്ചകൾക്ക് വീണ്ടും ഊർജം പകരുകയാണ്. അതായത് നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി നിലപാടെടുത്ത ആളാണ് K സുധാകരൻ. അത് പല ഘട്ടത്തിൽ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഏതാണ്ട് വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. അത് KC വേണുഗോപാലിനെ മുക്തകണ്ഠം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. KCയോളം പോകുന്ന കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ മറ്റൊരു നേതാവില്ല, അങ്ങനെ ഒരു നേതൃത്വം കേരളത്തിന് ആവശ്യമാണ് എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ്. K കരുണാകരനും ഉമ്മൻചാണ്ടിക്കും AK ആന്റണിക്കും ശേഷം ആരെന്ന ചോദ്യത്തിന് KC വേണുഗോപാൽ എന്ന പേര് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് K സുധാകരൻ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ഇത്രയും കാലം ശക്തി പകർന്ന അത്തരമൊരു അനുഭവ പരിചയമുള്ള നേതാവാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ അനുഭവവും നേതൃഗുണവും കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യും, അതങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതായത് KC വരട്ടെ, KC കേരളത്തിലെ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറയാതെ പറയുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ K സുധാകരൻ ചെയ്തത്. അതായത് നേരത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ KCയോട് തന്നെ മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനുമില്ല, എനിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന KCയും ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് KC കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കം ശക്തമാക്കി വരികയാണെന്ന് കൂടെ ഊഹിക്കണം. അതായത് KC കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരം ചർച്ചകൾ സജീവമായി വരുമ്പോഴും പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം KCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നില്ല. KC അനുകൂലികളായ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ KC വേണുഗോപാലിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അത് റോജിയുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനീഷ് ഉണ്ട്. അത്തരത്തിൽ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന അനവധിയായിട്ടുള്ള നേതാക്കൾ അവരൊക്കെ KC വേണുഗോപാലിന് വേണ്ടി പരസ്യമായി KC മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി.
അതായത് അവരെ പോലും കെ സി നിയന്ത്രിക്കാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ കെ സിയോ അല്ലെങ്കിൽ വി ഡി സതീശനോ പരസ്യമായി രംഗത്തെത്തി ഇത് അവസാനിപ്പിക്കണം, ഇത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ പാടില്ല എന്ന് പറയാനുള്ള ഒരു പക്വത ഈ രണ്ട് നേതാക്കളും കാണിക്കുന്നില്ല എന്നതും വലിയ പ്രശ്നമാണ്. കാരണം കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിലൊരു മെജോറിറ്റി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വലിയ തോതിൽ ഒരു വോട്ട് ഷെയറിംഗ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ വോട്ട് ചെയ്ത ആളുകളെ പോലും മറ്റൊരു രീതിയിലേക്ക്, അതിൽ അവർക്ക് പോലും നിരാശ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ കൂടി മറുഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊക്കെ ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്ന ആളുകളാണ്. ഇത്തരം അനാവശ്യമായ ചർച്ചകളാണ്, അത് പൊതുവിടത്തിൽ പാർട്ടിയെ മനഃപൂർവ്വം മോശമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്നാണ്. പക്ഷേ ഈ ചർച്ചകൾക്ക് വി ഡി സതീശന്റെയും കെ സി വേണുഗോപാലിന്റെയും മൗനാനുവാദമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരുടെ കൂടി അനുഗ്രഹാശീർവാദത്തോടു കൂടിയാണ് ഇത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് ഒടുവിൽ ആര് നേതാവാകണം, ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതിൽ സ്വാഭാവികമായും കെ സി വേണുഗോപാലിന് ഒരു മെജോറിറ്റി ലഭിക്കാനുള്ള സാധ്യതയാണ്. കാരണം കെ സിക്ക് അനുകൂലമായി കെ സിയുടെ നോമിനികളായ ആളുകളാണ് കൂടുതലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ ജയിച്ചു വരികയാണെങ്കിൽ ഒരുപക്ഷെ കെ സിക്ക് അനുകൂലമായി എം എൽ എമാരുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി അനുകൂലമായ, അല്ലെങ്കിൽ കുറെ കൂടി ഭൂരിപക്ഷം എം എൽ എമാരും കെ സിക്ക് അനുകൂലമായി നിൽക്കാനാണ് സാധ്യത എന്നത് ഒരു വശത്തെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിയെ നയിച്ചത് വി ഡി സതീശനാണ്. പാർട്ടി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലാവട്ടെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാവട്ടെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ, അപ്പോഴൊക്കെ പാർട്ടിക്ക് എല്ലാ തരത്തിലും പാർട്ടിക്ക് മുന്നിൽ നിന്ന് നയിച്ചത് വി ഡി ആണ്. കെ സി എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊരു ചോദ്യമാണ് മറുഭാഗത്തുള്ള വി ഡി അനുകൂലിക്കുന്ന ആളുകൾ ചോദിക്കുന്നത്. അങ്ങനെ ഇരുഭാഗം നേതാക്കളും തമ്മിലുള്ള ഈ വാക്പോര് അത് അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നു. അതിനിടെ മറുഭാഗത്താവട്ടെ നിശബ്ദമായിട്ടാണെങ്കിലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാനുള്ള സ്വപ്നം കാണുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ മുഖ്യമന്ത്രി കുപ്പായം കൽപ്പിച്ചു വെച്ച നിരവധി പേരുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പോൾ ആരായിരിക്കും, കെ സി ആണോ, വി ഡി ആണോ, ചെന്നിത്തലയാണോ എന്നുള്ള ചോദ്യങ്ങൾ അതിങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുതിർന്ന നേതാക്കൾ കൂടി ഈ വിഴുപ്പലക്കലിൽ ഭാഗമാകുമ്പോൾ വോട്ട് ചെയ്ത പാവം ജനം ഒരുപക്ഷെ മറിച്ച് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും